2025 നമ്മളെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോ USDയിലാണ് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുള്ളത്. അതൊരു നോർമൽ ട്രേഡ് അല്ല, 1:21 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയ ഒരു ജാക്ക്പോട്ട് ട്രേഡാണ്. ഈ ഒരു ട്രേഡ് നമ്മൾ ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ബാച്ചിൻ്റെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും അതെടുത്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓൺലൈൻ ബാച്ച് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അറൗണ്ട് 1:21 റിസ്ക് റേഷ്യോ നമുക്കത് എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 4 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഫുൾ TP എന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെ മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ എൻട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു സ്ട്രോങ് ഹൈ ലിക്വിഡിറ്റി ഗ്രാബും ചേഞ്ചും തന്നിട്ട് ഒരു സ്ട്രോങ് ഹൈ ബിൽഡ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴത്തോട്ടും ഒരു ലിക്വിഡിറ്റി ഗ്രാബും ചേഞ്ചും തന്നിട്ട് ഒരു സ്ട്രോങ് ലോയും ബിൽഡ് ആയിട്ടുണ്ട്. ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് അവിടെ കിട്ടി. ആ റേഞ്ച് മെത്തേഡിൻ്റെ ബേസിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് പ്രീമിയത്തിലോട്ട് എത്തിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ 4 hour RB എടുത്ത് ഡയറക്റ്റ് സ്നൈപ്പർ എൻട്രി അവിടുന്ന് വന്നിട്ടുള്ളത്. അറൗണ്ട് ട്രേഡിംഗ് റേഞ്ചിൻ്റെ താഴെ എക്സ്ട്രീം വരെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 1:21 റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 4 ദിവസം ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രേഡ് 1:21 ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല ട്രേഡിംഗ് സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ.